വനിതാ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. നിരാഹാര സത്യാഗ്രഹത്തിൻ്റെ 5ാം ദിനത്തിൽ ഉപ്പുകലിൽ മുട്ടുകുത്തി നിന്നാണ് പ്രതിഷേധിച്ചത്. ഏപ്രിൽ 19-ാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനിരിക്കെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. എങ്ങനെയെങ്കിലും ഒന്ന് നമ്മൾ ശ്രദ്ധിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഉപ്പിൽ മുട്ടിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എന്തോരം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ആകെ ടയേർഡാണ്. നിരാഹാരം കെടുക്കുന്നവർ മാത്രമല്ല, എല്ലാവരും മെൻ്റലി ഡിപ്രസ്ഡാണ് എല്ലാവരും. അവസാന പ്രതീക്ഷയും കൈവിട്ടതോടെ ജീവൻ മരണ പോരാട്ടമായാണ് വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. നിരാഹാര സമരത്തിന്റെ 5ാം ദിനത്തിൽ നിലത്ത് ഉപ്പുകല്ലുകൾ വിതറി മുട്ടിൽ നിവർന്നു നിന്നായിരുന്നു വനിതാ CPO ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചത്. ആ കുട്ടിക്ക് തീരെ സുഖമില്ല. 4 ദിവസമായിട്ട് ഫുഡും വെള്ളവും ഒന്നും കഴിക്കാഞ്ഞിട്ട് ആ കുട്ടി യൂറിനറി ഇൻഫെക്ഷനായി, ബ്ലഡിൽ ഇൻഫെക്ഷനായി, എന്താന്ന് പോലും അറിയില്ല. സമരം ശക്തമാക്കുകയാണ്. ഇനി ഈ സർക്കാർ ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷിത വേക്കൻസി തരുമെന്നാണ് ഞങ്ങളെ വിശ്വാസം. അതാണ് പ്രതീക്ഷിക്കുന്നത്. ഉറച്ച വിശ്വാസമുണ്ട് അധികൃതർ ഇത് കാണുമെന്ന്. ഞങ്ങൾ ഒരു കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും ഇതിലും വലിയ സമരമുറ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇന്നലെയും നിരാഹാരം കിടന്ന് 3 പേര് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട്. 2 പേർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. ഒരാൾക്ക് BP കുറഞ്ഞ് തലയിറങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ 4 ദിവസത്തോളം അഡ്മിറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ സമരം ചെയ്യുമ്പോൾ അവർക്ക് അവിടെ കിടക്കാൻ പോലും പറ്റുന്നില്ല. അവര് വീട്ടിലിപ്പോൾ റെസ്റ്റിലാണ്. 1 മണിക്കൂറിലധികം ഉപ്പുകല്ലിൽ സമരമിരുന്ന ഉദ്യോഗാർത്ഥികളുടെ കാലിൽ മുറിവേറ്റു. നിലവിൽ അനുഭവിക്കുന്ന മാനസിക പീഡയ്ക്ക് മുകളിലല്ല മറ്റൊന്നും എന്നാണ് ഉദ്യോഗാർത്ഥികൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ കുഴപ്പമില്ല, ചെറിയ പെയിൻ ഉണ്ട്, മരവിച്ചിരിക്കുന്നു. ഈ വേദന ഒന്നുമല്ല. ഞങ്ങളുടെ കൂടെ ഇന്നലെ നിരാഹാരം കിടന്ന കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ആ കുട്ടിക്ക് തീരെ സുഖമില്ല. 4 ദിവസമായിട്ട് ഫുഡും വെള്ളവും ഒന്നും കഴിക്കാഞ്ഞിട്ട് ആ കുട്ടി യൂറിനറി ഇൻഫെക്ഷനായി, ബ്ലഡിൽ ഇൻഫെക്ഷനായി, എന്താന്ന് പോലും അറിയില്ല. അങ്ങനെ കിടക്കും. അപ്പം ഞങ്ങൾ ഈ സഹിക്കുന്ന വേദനകളൊന്നും ഒന്നുമല്ല. സമരത്തിനിടെ നിരാഹാരമിരുന്ന ഉദ്യോഗാർത്ഥിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കണ്ടോൺമെന്റ് പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റി. ഇടുക്കി സ്വദേശി ബിനുസ്മിതയ്ക്കാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. 5 ദിവസമായി നിരാഹാരത്തിലായിരുന്നു ബിനുസ്മിത. തുടർന്ന് പാലക്കാട് സ്വദേശി മേഘയും തൃശൂർ സ്വദേശി ആതിരയും പകരം സത്യാഗ്രഹം ആരംഭിച്ചു. വനിതാ പോലീസ് എന്ന സ്വപ്നം മനസ്സിൽ പേറി എഴുത്തു പരീക്ഷയും ഫിസിക്കലും അടക്കമുള്ള കടമ്പകൾ കടന്നാണ് റാങ്ക് ലിസ്റ്റിൽ പ്രവേശിച്ചത്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രവും. അധികൃതരുടെ കണ്ണു തുറക്കുമെന്ന വിശ്വാസം മാത്രമാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. ജനം, തിരുവനന്തപുരം.